ഹായ് ഹായ്. അപ്പോൾ കുറേ കാലമായി ഞാൻ സ്കിൻ കെയർ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എൻ്റെയും സ്കിൻ ഭയങ്കരമായിട്ട് പോയി കിടക്കുകയാണ് കേട്ടോ. കാരണം വീട് പണിയും കാര്യങ്ങളും തിരക്കും ഒക്കെ ആയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഇച്ചിരി വെളിച്ചം കൂടുതലുണ്ടാവും പുതിയ വീടായതുകൊണ്ട്. അപ്പം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. അപ്പം ഞാനും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങണം കേട്ടോ. എൻ്റെ മൂക്കിലൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ വന്ന് ആകെ ഇതായിട്ടുണ്ട്, സ്കിന്നൊക്കെ ആകെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ആദ്യം സ്കിന്നൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു എവർ യൂത്തിൻ്റെ വാൾനട്ട് എക്സ്ഫോളിയേറ്റിംഗ് സ്ക്രബാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എല്ലാവർക്കും അറിയാം, 15 രൂപയാണ്. നമ്മൾ സാധാരണക്കാർ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ വല്ല ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഇത് മാത്രമേ യൂസ് ചെയ്യാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഈ സംഭവങ്ങളൊക്കെ കളയണ്ടേ, എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ സ്കിൻ കെയർ പരിപാടീസ് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും ചെയ്യാതെ കുറേ കാലം 3-4 മാസം, 5-6 മാസമായി തോന്നുന്നു. അപ്പോൾ വേണമെങ്കിൽ അരിപ്പൊടി, തരിതരിയായിട്ടുള്ള അരിപ്പൊടിയോ പാലോ എടുത്തിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതാണ് ഈസി ആയിട്ട് എടുക്കുന്നത്. അപ്പം ഇത് നമുക്ക് മുഖത്ത് ആദ്യം സ്ക്രബ് ചെയ്യാം, അതിനുശേഷം നമുക്ക് ഫേസ് മാസ്ക് എന്തെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ഞാൻ പൊട്ടൂരി വെച്ചിട്ടുണ്ട്. മൂക്കിൻ്റെ അവിടെയാണ് എനിക്ക് കൂടുതൽ പ്രശ്നമുള്ളത് കേട്ടോ. ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് ചെയ്യാറില്ല, ഞാൻ പറഞ്ഞില്ലേ. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് മെയിനായിട്ട് എൻ്റെ ഒരു സ്കിൻ കെയറിന് വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ ചെയ്യുന്നത്. കാരണം ഇതിൽ ചെയ്യുമ്പോൾ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇപ്പം ഞാൻ കുറേ കാലമായിട്ട് ഞാൻ തിരക്കായതുകൊണ്ട് എനിക്ക് എൻ്റെ തന്നെ നോക്കാനുള്ള നേരമൊന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷേ നമ്മളെ തന്നെ നോക്കണം, അല്ലെങ്കിൽ വീണ്ടും സ്കിന്നെ പഴയപടിക്ക് പോകുന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം വെയിൽ കൊള്ളുന്നു, ഇത് കൊള്ളുന്നു, നല്ല പൊരിവെയിലല്ലായിരുന്നു. നന്നായിട്ട് ഇങ്ങനെ കൈവച്ച് നമ്മൾ സ്ക്രബ് ചെയ്യാൻ ആർക്കും അറിയാത്തൊന്നുമല്ലല്ലോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ അരിപ്പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ട്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് മുതൽ നമ്മുടെ സ്കിൻ കെയർ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. വീഡിയോ അല്ലാണ്ട് നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ കടയിൽ നിന്ന് വാങ്ങുന്ന സാധനം വേണമെന്നില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ ഞാൻ അരിപ്പൊടി യൂസ് ചെയ്യുള്ളൂ. ഞാൻ മാസ്കായിട്ട് ഞാൻ നമ്മുടെ ദോശമാവില്ലേ അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത് കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. എന്തോ വാങ്ങാൻ പോയപ്പോൾ കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് വാങ്ങിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് മൂക്കിൻ്റെ അവിടെയൊക്കെ നന്നായി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് പോകുമ്പോൾ വേണമെങ്കിൽ ആവി പിടിക്കുക. ഒരിക്കലൊക്കെ ആവി പിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോഴും ആവി പിടിക്കുന്ന കാര്യമില്ല. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മളിടാം. ആദ്യം നമ്മൾ സ്കിന്ന് ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന സ്കിന്നല്ലേ, അപ്പോൾ നമ്മൾ ആ സ്കിന്നിനെ മെയിനായിട്ട് നമ്മൾ എക്സ്ഫോളിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ആരംഭിക്കാം കേട്ടോ. കഴുത്തിലൊക്കെ ചെയ്യാവുന്നതാണ്. കഴുത്തിലും ചെവിയിലൊക്കെ ചെയ്യാൻ വാലൂരാത്ത കാരണം ചെയ്യാത്ത കേട്ടോ. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ആരംഭിച്ചപ്പോൾ നമുക്ക് ഓണാകുമ്പോഴേക്കും നല്ല സുന്ദരിയായിട്ട് വരും കേട്ടോ. ഇപ്പോൾ ഒരു 5 മിനിറ്റ് അത്രയ്ക്കൊക്കെ മതി കേട്ടോ സ്ക്രബ് ചെയ്യുന്ന പരിപാടി. സ്ക്രബ് ചെയ്യുക, 2 മിനിറ്റ്സ് ഇരിക്കുക, കഴുകിക്കളഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ അതെ ഞാൻ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് എന്തായാലും ഗ്ലോ കിട്ടും. അതല്ലേ നമ്മൾ ഫംഗ്ഷൻ്റെ തലേദിവസം നമ്മൾ ഈ വക സാധനങ്ങൾ ചെയ്തിട്ട് പോണത്. അപ്പം അതല്ലല്ലോ നമുക്ക് വേണ്ടത്. ഡെയിലി നമുക്ക് സ്കിൻ കെയർ റൂട്ടീൻ നമ്മുടെ ഭാഗമാക്കണം. ഇപ്പോൾ എന്നെ തന്നെ ഉദാഹരണമായിട്ട് എടുക്കാൻ, ഞാൻ കുറച്ച് നാൾ നിർത്തിയപ്പോൾ, കുറച്ച് നാളല്ല 5-6 മാസം നിർത്തി വെയിലത്ത് കറക്കായപ്പോൾ എൻ്റെ എല്ലാം എന്ന് വെച്ചാൽ വെളുപ്പല്ലായിട്ട് ഉദ്ദേശിക്കുന്നത്, വെളുക്കുന്നല്ല പറയുന്നത്, നമ്മുടെ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അതുപോലെ തന്നെ നമുക്ക് ഒരു അൺഈവൻ സ്കിന്നൊക്കെ നമുക്ക് ഏകദേശമൊക്കെ പോയ പോലെ നമുക്ക് ഫീൽ ആവും. സ്കിന്ന് നല്ല നാച്ചുറൽ ഗ്ലോയൊക്കെ നമുക്ക് ഉണ്ടാവും. അതാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ആരും താഴെ വന്നിക്കൊക്കെ കരമ്പി എന്നൊന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇടാൻ നിൽക്കണ്ട. ഇനി മാസ്കിന് വേണ്ടിയിട്ട് ഞാൻ ദോശമാവാണ് എടുത്തിട്ടുള്ളത്. ദോശമാവ് നമുക്ക് സ്ക്രബ് ചെയ്യാനും ദോശമാവ് എടുത്താൽ മതി. എൻ്റെ കയ്യിൽ എവർ യൂത്തിൻ്റെ അതുണ്ടായിരുന്നുകൊണ്ട് മാത്രമാണ് അതെടുത്തത്. അതിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഇതെടുത്താൽ മതി കേട്ടോ. അത്യാവശ്യം കെട്ടിയിലെന്നെ ഇട്ട് കൊടുത്തോ. താഴെ പോയി എടുത്തിട്ട് വന്നതാണ് ഈ കഥക്കണേ. അതുപോലെ ഞാൻ സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യുന്നുണ്ട് കേട്ടോ. ഹെയറിൽ ഞാൻ അലോവേര ജെല്ല് പറ്റിയേക്കണേ. ഫ്രഷ് അലോവേര പുരട്ടിയിട്ട് പറിച്ചിട്ട് അതൊന്ന് ഞാൻ വെറുതെ പുരട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ബോട്ടോക്സ് ഇതൊക്കെ ഏകദേശം ഇപ്പോൾ 8 മാസമായി. അതൊക്കെ ഏകദേശം പോയി. അപ്പോൾ എടുത്തിട്ടുണ്ട്. ദോശമാവൊക്കെ അടിപൊളിയാണ്. നമുക്ക് വേറെ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യില്ല. അതുകൊണ്ട് തന്നെ സംഭവം നല്ലതാണ്. ഈ ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഒരു ഗ്ലോ കിട്ടുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് വീണ്ടും നിലനിൽക്കുന്ന ഗ്ലോ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കയ്യിലും കാലിലും ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഞാൻ കുളിക്കുന്നതിനേക്കാളും മുന്നേ ഇതെല്ലാം അപ്ലൈ ചെയ്തിട്ട് ഞാൻ ഒരു 10 മിനിറ്റ്സ് ഇരുന്നിട്ട് ഞാൻ അപ്ലൈ ചെയ്യുള്ളൂ കേട്ടോ. കുളിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങളിത് പുരട്ടി നോക്ക്. അപ്പോൾ അത് ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇത് വാഷ് ചെയ്തിട്ട് വരാം.
അപ്പോൾ അതേ ഇന്നത്തെ സ്കിൻ കെയർ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹെയർ കെയർ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്ന് തല കുളിക്കാൻ വേണ്ട കേട്ടോ, വെറുതെ അലോവേര ജെല്ല് മാത്രം അപ്ലൈ ചെയ്തേക്കണം. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് ഗ്ലോ കിട്ടും, അതൊക്കെ സത്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ അല്ലെങ്കിൽ വേറെ എന്ത് ചെയ്യാന്നുള്ളത് ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അതായത് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ, പക്ഷെ ചെയ്യുന്നില്ല, വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷെ ആരും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡെയിലി നമ്മൾ ഈ ഓണം വരെ ഒന്ന് നമ്മൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് കെയർ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഇത്ര